കാർഷിക വാർത്തകളിലേക്ക്. ഏലത്തിന് ഡിമാൻഡ് ഉയരുമ്പോഴും വിളവെടുപ്പിൽ നിന്നും പിന്തിരിയേണ്ട സാഹചര്യമാണ് കർഷകർക്കുള്ളത്. നിരക്ക് ഉയർത്തി മുഖ്യ റബ്ബർ ഉൽപാദന രാജ്യങ്ങൾ. ഉൽപാദനം കുറയുന്നത് തേയിലയുടെ വില ഉയർത്തിയേക്കും. നോയമ്പുകാലം അടുത്തതോടെ ഏലത്തിന് ആഭ്യന്തര ഡിമാൻഡ് ഉയർന്നു. ഗൾഫ് രാജ്യങ്ങൾ നേരത്തെ തന്നെ ഏലക്ക സംഭരണത്തിന് തുടക്കം കുറിച്ചു. ഉയർന്ന താപനില മൂലം ഹൈറേഞ്ചിലെ പല ഭാഗങ്ങളിലും കർഷകർ വിളവെടുപ്പിൽ നിന്നും പിന്തിരിയുന്നു. പുതിയ സാഹചര്യത്തിൽ ഏലം വിപണി മധ്യവർത്തികളുടെയും സ്റ്റോക്കിസ്റ്റുകളുടെയും നിയന്ത്രണത്തിലേക്ക് മാറാം. ആഭ്യന്തര വാങ്ങലുകാരിൽ നിന്നും ശക്തമായ പിന്തുണ ലഭ്യമായിട്ടും ശരാശരി ഇനങ്ങളുടെ വില 2763 രൂപയായി താഴ്ന്നു. വലിപ്പം കൂടിയ ഇനം ഏലക്ക കിലോ 3228 രൂപയിൽ ലേലം കൊണ്ടു. ഉൽപാദന മേഖലയിൽ ഇന്ന് നടന്ന ലേലത്തിൽ 39,510 കിലോഗ്രാം ഏലക്ക വിൽപ്പനയ്ക്ക് ഇറങ്ങി. മുഖ്യ റബ്ബർ ഉൽപാദന രാജ്യങ്ങൾ നിരക്കുയർത്തി. പ്രതികൂല കാലാവസ്ഥയെ മുൻനിർത്തി കയറ്റുമതി രാജ്യങ്ങളായ തായ്ലൻഡും ഇന്തോനേഷ്യയും മലേഷ്യയും റബ്ബർ കർഷകർക്ക് ഉയർന്ന വില ഉറപ്പുവരുത്താനുള്ള ശ്രമത്തിലാണ്. അതേസമയം അമേരിക്ക ഇറക്കുമതി തീരുവ കുത്തനെ ഉയർത്തുമെന്ന ആശങ്കയിൽ ഏഷ്യൻ, യൂറോപ്യൻ രാജ്യങ്ങളിലെ ടയർ നിർമ്മാതാക്കൾ റബ്ബർ സംഭരണത്തിൽ തണുപ്പൻ മനോഭാവം തുടരുന്നു. വ്യവസായികളുടെ നീക്കം നിക്ഷേപകരെ രാജ്യാന്തര റബ്ബർ അവധി വ്യാപാരത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു. കൊച്ചി, കോട്ടയം വിപണികളിൽ 4ാം ഗ്രേഡ് റബ്ബർ 19,000 രൂപയിലും 5ാം ഗ്രേഡ് 18,700 രൂപയിലും സ്റ്റഡിയാണ്. തേയിലത്തോട്ടങ്ങൾ വരണ്ട കാലാവസ്ഥയിൽ നട്ടം തിരിയുകയാണ്. കൊളുന്തുനുള്ളിൽ നിന്നും പിന്തിരിയാൻ ചെറുകിട ഉൽപാദകർ നിർബന്ധിതരായി. പകൽ ചൂടിനെ കാഠിന്യമേറുന്നതിനാൽ മുന്നിലുള്ള മാസങ്ങളിൽ ഉൽപാദനം ഗണ്യമായി കുറയുമെന്നത് വിലക്കയറ്റത്തിന് വഴിതെളിയിക്കാം. ലഭ്യത കുറയുമെന്ന് വ്യക്തമായതോടെ ലേലകേന്ദ്രങ്ങളിൽ ഇല, പൊടി തേയിലകൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചു. ലേലകേന്ദ്രങ്ങളിൽ തേയില പാക്കറ്റ് നിർമ്മാതാക്കളും ഇതര വ്യാപാരികളും സജീവമാണ്. പശ്ചിമേഷ്യയിലേക്കുള്ള കയറ്റുമതി ലക്ഷ്യമാക്കിയുള്ള തേയില സംഭരണവും പുരോഗമിക്കുന്നു. കൂനൂർ, കൊച്ചി, കോയമ്പത്തൂർ ലേലങ്ങളിൽ ചരക്കിന് ഡിമാൻഡ് അനുഭവപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. താപനില ഉയർന്നതോടെ ഇടുക്കിയിലെ ഏലം ചെടികൾ കരിഞ്ഞുണങ്ങി. നശിച്ചത് 4368.86 ഹെക്ടർ പ്രദേശത്തെ ഏലച്ചെടികൾ. ആഗോളതാപനവും കാലാവസ്ഥാ വെല്ലുവിളികളും ഏലകർഷകരെ വലച്ചിരിക്കുകയാണ്. മഴക്കാടുകളിലെ പ്രത്യേക കാലാവസ്ഥയിൽ വളരുന്ന വിളയാണ് ഏലം. നല്ല വളർച്ചയ്ക്ക് അന്തരീക്ഷത്തിലെ ആർദ്രതയും മണ്ണിലെ ഈർപ്പവും വളരെ പ്രധാനമാണ്. ഈ വർഷമുണ്ടാകുന്ന വരൾച്ച അടുത്ത വർഷത്തെ വിളവും കുറയ്ക്കും. 2024 ജനുവരി 1 മുതൽ ജൂലൈ 31 വരെ നീണ്ട വേനൽ ചൂടിൽ 4368.86 ഹെക്ടർ പ്രദേശത്തെ ഏലച്ചെടികളാണ് ഉണങ്ങി നശിച്ചത്. വരൾച്ച കൂടുതൽ ബാധിക്കുന്നത് ജലസേചന സൗകര്യം കുറഞ്ഞ ചെറു കൃഷിയിടങ്ങളെയാണ്. വരൾച്ച മാത്രമല്ല, പെട്ടെന്നുണ്ടാകുന്ന അതിതീവ്ര മഴയും വിളകൾക്ക് ആപത്താണ്. വരുന്ന ജൂണിനും സെപ്റ്റംബറിനും ഇടയിലുള്ള അതിതീവ്ര മഴ ഏലത്തിന്റെ വിളവ് കുറയ്ക്കും. അതിതീവ്ര മഴ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യത കൂട്ടും. ഫലഭൂയിഷ്ടമായ മേൽമണ്ണ് ഒലിച്ചുപോയി മണ്ണിന്റെ വളക്കൂറ് നഷ്ടപ്പെടാൻ കാരണമാകും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. രാജ്യത്ത് കഴിഞ്ഞ വർഷത്തെ തേയില ഉൽപാദനം 4 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ. കാലാവസ്ഥാ വ്യതിയാനമാണ് ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചത്. രാജ്യത്തെ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പ്രധാന തേയില ഉൽപാദന മേഖലകളെല്ലാം പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ തേയില ഉൽപാദനം 4 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 1284 ദശലക്ഷം കിലോഗ്രാമിലെത്തി. ടീ ബോർഡിന്റെ ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം 2024 തേയില ഉൽപാദനം മുൻ വർഷത്തെ 1394 ദശലക്ഷം കിലോഗ്രാം ഉൽപാദനത്തേക്കാൾ 7.8% കുറവാണ് രേഖപ്പെടുത്തിയത്. 2023 തേയില ഉൽപാദനം റെക്കോർഡ് 1394 ദശലക്ഷം കിലോഗ്രാം എന്ന നിലയിലെത്തിയിരുന്നു. 2024 ഉൽപാദനത്തിലുണ്ടായ ഇടിവ് കൂടുതൽ പ്രകടമായത് ഉത്തരേന്ത്യയിലാണ്. ഉൽപാദന മേഖലകളിൽ കണ്ട ക്രമരഹിതമായ കാലാവസ്ഥയാണ് പ്രധാനമായും ഈ ഇടിവിന് കാരണമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വിയറ്റ്നാമിന് പരുത്തി വസ്ത്ര കയറ്റുമതിയിൽ മുന്നേറ്റം. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കൂടുതൽ ഓർഡറുകൾ ബുക്ക് ചെയ്തതാണ് വിയറ്റ്നാമിന് നേട്ടമായത്. ഇന്ത്യൻ കയറ്റുമതിയിലും വർധന. പോയ വർഷം ചൈന, ബംഗ്ലാദേശ് എന്നിവയ്ക്ക് പകരം വിയറ്റ്നാമിൽ നിന്നാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കൂടുതൽ പരുത്തി വസ്ത്രങ്ങൾ ഇറക്കുമതി ചെയ്തത്. ചൈനയുടെ നഷ്ടപ്പെട്ട വിഹിതം വിവിധ രാജ്യങ്ങൾക്ക് നേട്ടമായി. ഇന്ത്യയും നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ 0.2% വിപണി വിഹിതം നേടി. നിലവിലെ വിഹിതം 5.9% ഉയർത്തി. നടപ്പു സാമ്പത്തിക വർഷത്തെ ഏപ്രിൽ-ഡിസംബർ കാലയളവിൽ വർഷം തോറും 20% വളർച്ച കൈവരിച്ചു. 2022 അപേക്ഷിച്ച് യുഎസിലെ ചൈനയുടെ വിപണി വിഹിതം കഴിഞ്ഞ വർഷം 1% കുറഞ്ഞ് 21.8% നിന്ന് 20.8%. ഓരോ 1% വിപണി വിഹിതത്തിനും യുഎസിൽ ഏകദേശം 6,900 കോടി രൂപ മൂല്യമുള്ള ബിസിനസ്സാണെന്നാണ് ഇന്ത്യൻ ടെക്സ്പ്രീനിയേഴ്സ് ഫെഡറേഷന്റെ കൺവീനർ പ്രഭു ദാമോദരൻ പറഞ്ഞു. വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം
2023 ഡിസംബറിനേക്കാൾ 2024 ഡിസംബറിൽ ഇന്ത്യയിൽ നിന്നുള്ള കോട്ടൺ നൂൽ, തുണിത്തരങ്ങൾ, മെയ്ഡപ്പുകൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതി 11.98% വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളുടെ ജില്ലാതല സംഗമം കാക്കനാട് നടന്നു. കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കലാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. കേരള ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളുടെ ജില്ലാ സംഗമം സംഘടിപ്പിച്ചു. കാക്കനാട് ക്രെഡിറ്റ് പ്രോസസിംഗ് സെന്ററിൽ നടന്ന സംഗമം കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്തു. കേരള ബാങ്കിൽ അംഗങ്ങളായ എറണാകുളത്തെ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിൽ നിന്നുള്ള പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിൽ കേരള ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ മേഖലയിൽ നടന്നുവരുന്ന പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി. പോരായ്മകൾ പരിഹരിച്ച് കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുന്നതിന് തീരുമാനമെടുത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 190, RSS 5 187, ലാറ്റക്സ് 136, ജാതിക്ക 380, ജാതിപത്രി 2000 മുതൽ 2300 വരെ, ഗ്രാമ്പു 920, അടയ്ക്ക 230, കാപ്പിക്കുരു 300, കൊക്കോ പരിപ്പ് 650, കുരുമുളക് ഗാർബിൾ 67400, കുരുമുളക് അൺഗാർബിൾ 64400, ഏലക്ക 2900 മുതൽ 3000 വരെ, വെളിച്ചെണ്ണ 22200, കൊപ്ര 17200, ചുക്ക് 22500.